ഇടിയൻ പെപ്പയുടെ ദാവീദ് C5 പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഇന്നലെ രാത്രി ഹിന്ദി, അതായത് ബോളിവുഡിൽ ഹൊറർ സീരീസ് OTT റിലീസിന്റെ ഖൗഫ് എന്നാണ് സീരീസിന്റെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ബേസിക്കലി അത് കാണാനിരുന്നതാണ്. പക്ഷെ 8 എപ്പിസോഡ് ഒന്നും കണ്ടു തീരില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ദാവീദ് കാണാൻ തീരുമാനിച്ചു. സോ ഇത് ഒരിക്കലും ഒരു ബോക്സിംഗ് പടം എന്ന് പറയുന്നേക്കാളും കൂടുതൽ ഫാമിലി ഡ്രാമ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ മാത്രമേ കാണിക്കുള്ളൂ, ബാക്കി കൂടുതൽ ഇവര് തമ്മിലുള്ള ഇമോഷൻസും ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അബ്സല്യൂട്ട് ഡഡ് സേവ്ഡ് ബൈ ദ ലാസ്റ്റ് ഫൈറ്റ് സീൻ എന്ന് പറയാം. ആ ഒരു ലാസ്റ്റ് ഫൈറ്റ് സീൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ ഇമ്പാക്ട് ഒന്നും ഇല്ലാത്ത ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. യൂഷ്വലി ഒരു ബോക്സിംഗ് പടോ അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പോർട്സ് ഒക്കെ ആവുമ്പോൾ നമുക്ക് നല്ലൊരു ഹൈ മൊമെന്റ് അല്ലെങ്കിൽ ഗൂസ് ബംസ് മൊമെന്റ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതിൽ അത് അധികം കിട്ടിയിട്ടില്ല. സോ പെപ്പയുടെ ട്രാൻസ്ഫോർമേഷൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണം. ആൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ സിനിമയിൽ ഒന്ന് കാണിക്കായിരുന്നു. സോ യൂഷ്വലി എല്ലാ ബോക്സിംഗ് അല്ലെങ്കിൽ റെസ്ലിംഗ് പടത്തിലൊക്കെ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ കുറച്ച് സീൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സർപ്പാട്ട പരമ്പരയാണെങ്കിലും സുൽത്താനിലൊക്കെ ആണെങ്കിലും ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. യൂഷ്വലി ഈ ഹീറോ വന്നിട്ട് കുറെ കാലത്തിന് ശേഷം ഈ ഇവന്റിലോട്ട് അല്ലെങ്കിൽ ഈ റിങ്ങിലോട്ട് വരുമ്പോൾ അതിന് ഭയങ്കര സോളിഡ് ആയിട്ട് റീസൺ ഉണ്ടാവും. ഒരു ഇതെല്ലാ പടത്തിലും ഈ സിനിമയിൽ അതില്ല. ഭയങ്കര സില്ലി ആയിട്ട് റീസൺ ആണ് തോന്നിയത്. യൂഷ്വലി ആ സീൻസ് ഒക്കെ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടുമ്പോൾ ഇവിടെ വന്നിട്ട് മകള് എന്നെ ഗുണ്ടയായി കാണുന്നു, ആ ഒരു ഇൻസിഡന്റ് കാരണം ആള് വന്നിട്ട് റിങ്ങിലോട്ട് വരികയാണ്. അതേപോലെ തന്നെ ഹീറോന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന പോർഷൻസ് ഒക്കെ യൂഷ്വലി കിടിലനായിരിക്കും. ഇപ്പൊ നമ്മള് ജേഴ്സി സിനിമയിൽ നോക്കിയാൽ മതി, അത് സ്പോർട്സ് ബേസ്ഡ് മൂവി അല്ലേ, അത് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സീൻസ് ആയിരുന്നു ആ മറ്റേ ഫ്ലാഷ് ബാക്ക് പോർഷൻ ഒക്കെ. പക്ഷെ ഇത് വന്നിട്ട് ഒരു ഹാഫ് ബേക്ക്ഡ് കേക്ക് പോലെയാണ് തോന്നിയത്. ഇതിൽ വിജയരാഘവന്റെ പെർഫോമൻസ് കിടിലൻ തന്നെയായിരുന്നു. ഈ പടത്തിന്റെ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയണം വെച്ചാൽ അത് വിജയരാഘവൻ തന്നെയാണ്. പിന്നെ മറ്റേ ടർക്കിയിലെ ഫൈറ്റർ, മറ്റേ നോക്ക് ഔട്ട് ചാമ്പ്യൻ ആയിട്ട് വരുന്ന ആ ഒരു ഫൈറ്ററും കൊള്ളായിരുന്നു. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വാഗും ഒക്കെ കൊള്ളായിരുന്നു. പെപ്പയുടെ പടത്തിൽ നിന്ന് നമ്മൾ ഇതിലും പ്രതീക്ഷിക്കും. സോ ആൾ അറിയപ്പെടുന്നത് ഇടിയൻ പെപ്പ എന്നാണ്. സോ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. അതൊന്നും ഇതിന് എനിക്ക് ബേസിക്കലി കിട്ടിയില്ല. സോ സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്രൂവൽ പാസ്റ്റ് ഉള്ള ഒരു നായകൻ, അതായത് ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഫൈറ്റർ ആയിട്ടുള്ള നായകൻ ഭാര്യയും കുട്ടികളൊക്കെ ആവുമ്പോൾ ഒതുങ്ങി ജോലിക്കൊന്നും പോവാതെ വല്ലപ്പോഴും ബൗൺസർ ആയിട്ട് പോയിട്ട് ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്ന ലേസി ആയിട്ടൊരു നായകനെയാണ് കാണിക്കുന്നത്. ആ ആളും അതേപോലെ തന്നെ ആള് ബൗൺസർ ആയിട്ട് പോകുമ്പോൾ ഈ നോക്ക് ഔട്ട് ചാമ്പ്യനും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. സോ ഇതിൽ ആർക്കും അത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഈവൻ ലിജോ മോളിനാണെങ്കിൽ അത്ര പെർഫോം ചെയ്യാനുള്ള റോളൊന്നുമില്ല. ഇതിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൽ പെപ്പയുടെ മകളായിട്ട് ഒരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. ആ കുരിപ്പ് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. സ്വന്തം തന്റെ കൊല്ലാൻ വേണ്ടി ഇട്ട് കൊടുക്കണ പോലെ വാപ്പ പോയി അടിക്ക് വാപ്പ ഇതാ ഇന്റർനാഷണൽ ചാമ്പ്യനൊക്കെ ആ ഒരു സീൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി ബേസിക്കലി. സോ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. C5 അവൈലബിൾ ആണ്. ഇതിലെ ലാസ്റ്റ് ഫൈറ്റ് സീൻ കിടിലായിരുന്നു. യൂഷ്വൽ ക്ലീഷയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അത് അടിപൊളിയായിരുന്നു. സോ നമുക്ക് എപ്പോഴും അറിയാം ഒരു ബോക്സിംഗ് പടം അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പോർട്ട് ആകുമ്പോൾ ലാസ്റ്റ് എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് യൂഹിക്കാൻ പറ്റും. പക്ഷെ ഇത് ആ ഒരു ക്ലീഷയെ ബ്രേക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അതിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആക്കായിരുന്നു. അത് പെപ്പയുടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് വെച്ചാൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു. ഇപ്പൊ നമ്മൾ സുൽത്താൻ കണ്ടിട്ടുണ്ട്, സർപ്പാട്ട പരമ്പരയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അതിന്റെ ഇമോഷണൽ സീൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന കണക്ഷൻ ഒന്നും ഇതിൽ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. ഇപ്പൊ തിയേറ്ററിൽ കണ്ടിട്ട് വെച്ചാൽ ചിലപ്പോൾ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. ഞാനിത് തിയേറ്ററിൽ പോയി കാണണം എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പൊ അന്ന് തന്നെയാണ് ഈ ബേസിക്കലി SBIയും IBPSും ഈ സിനിമ എന്നിറങ്ങണോ അന്ന് തന്നെയായിരിക്കും അവർ പരീക്ഷ കൊണ്ടേ വെക്കുക. ഈ ഇടയ്ക്ക് വന്നിട്ട് മറ്റേ ഗുഡ് ബാഡ് അഗ്ലി അതൊക്കെ ഒരു ദിവസം ഇറങ്ങിയ സമയത്ത് അന്ന് തന്നെ അവർ എക്സാം കൊണ്ടേ വെച്ചു. അപ്പൊ അന്ന് രാത്രി ഞാൻ പോയിട്ട് പൈങ്കിളിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതോടുകൂടി എനിക്ക് ജീവിതം വെറുത്തു. പിന്നെ ഞാൻ കാണേണ്ട വെച്ചതാണ്. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. C5 അവൈലബിൾ ആണ്. സോ ഞാൻ എല്ലാ സിനിമയും വന്ന് കുറ്റം പറയണമെന്നാണ് ഇപ്പൊ എല്ലാവരും വന്ന് പറയുന്നത്. പെരിസ്, അതേപോലെ തന്നെ ക്രേസി, പിന്നെ മറ്റേ കോട്ട്, ഈ 4 സിനിമയൊക്കെ നല്ലതാണെ പറഞ്ഞത്. റോങ് ബ്രോ, ദിസ് ഈസ് റോങ് ബ്രോ. സോ ട്രൈ ഇറ്റ് ഔട്ട്.